140 വർഷങ്ങൾക്ക് ശേഷം നടന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്ക്, അതായത് ആദ്യത്തെ അലഹാബാദിലേക്ക്, അതിനു മുന്നേ അതിൻ്റെ പേര് പ്രയാഗ് എന്നായിരുന്നു, പിന്നെ അത് അലഹാബാദായി, പിന്നെ ഇപ്പോൾ 2018 പിന്നെ അത് തിരിച്ച് പ്രയാഗ്രാജ് തന്നെ ആയി. അവിടേക്കാട്ടോ ഇന്ന് ഒരു ചായ കുടിക്കാൻ തോന്നി. ഗ്ലാസ് തന്നെ മണ്ണിൻ്റെ ഗ്ലാസ്സാണ് തന്നെ, 10 രൂപ കേട്ടോ. 10 രൂപയ്ക്ക് മണ്ണിൻ്റെ ഗ്ലാസും അതിൽ കുറച്ച് ചായയും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം, ഒരു മണ്ണിൻ്റെ ഗ്ലാസ് കിട്ടുന്നത് ട്രെയിനിൽ. നമ്മളിപ്പം പ്രയാഗ്രാജിലെ മെയിൻ പ്രയാഗ്രാജ് സ്റ്റേഷനിലേക്കല്ല പോകുന്നത്, അതിന് തൊട്ടടുത്ത് തന്നെ പ്രയാഗ്രാജ് ചൗക്കി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോകുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി നേരെ ജബൽപൂരായിട്ടാണ് വന്നത്. ജബൽപൂരിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പ്രയാഗ്രാജ് ചൗക്കി ജംഗ്ഷൻ. സാധാരണഗതിയിൽ ഉത്തരേന്ത്യയിൽ ഇത്രയും വൃത്തിയായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കാണാറില്ല. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേഷനല്ല, എന്നാലും മാക്സിമം സ്റ്റേഷനൊക്കെ വൃത്തിഹീനമായിട്ടായിട്ട് കിടക്കൽ. ഇത് കുംഭമേള ആയതുകൊണ്ടായിരിക്കും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. അത് നിങ്ങൾ കണ്ടാലറിയാം. നമ്മളിപ്പം സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. സ്റ്റേഷനെ കണ്ടാൽ നല്ല മനോഹരമായ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അടിപൊളി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് യമുനേൻ്റെ കുറുകളിലെ പുതിയ പാലത്തിൻ്റെ മുകളിലൂടെ കേട്ടോ. രണ്ട് സൈഡിലുണ്ട് ടെൻ്റ്, കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഈ സീനൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് നമ്മൾ കുംഭമേള കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മളവിടെ പോയത്. കാരണം ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. 63 കോടി ജനങ്ങൾ വന്നു പോയ ഒരു മേളയാണത്. അപ്പോൾ 63 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്താണ്. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഇതിനു വേണ്ടി എന്തൊക്കെ സംഭവങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നൊക്കെ നമ്മൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതാണ്. പക്ഷേ നമുക്ക് ഇത്രയും ജനങ്ങൾ കുറേയൊക്കെ കാലിയായ ശേഷം നമ്മളിതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഒരു സൈഡിലെ ഏരിയ കൂടെ അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, സൈഡിലൊക്കെ ബാത്റൂം കാര്യങ്ങൾ, ഇങ്ങനെ 100 കണക്കിന് സ്ഥലത്ത് ഇതേമാതിരി തന്നെ ബാത്റൂമുകളും ടെൻറ്റുകൾ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സംഭവങ്ങൾ, ഇതൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ കാലി ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. ഇപ്പോൾ ഞാൻ അറിയാലോ, ഈ കുംഭമേള നടക്കുന്നതെന്ന് വെച്ചാൽ യമുനയുടെ തീരത്താണ്. അതായത് യമുന, ഗംഗ, അതേപോലെ തന്നെ സരസ്വതി. സരസ്വതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമാജിനറി ആയിട്ടൊരു മിത്തായിട്ടുള്ളൊരു നദിയാണ്. അപ്പം ഹിന്ദു പുരാണങ്ങളിലും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ത്രിവേണി സംഗമത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ വഴിയോര കച്ചവടമൊക്കെ കണ്ടില്ലേ, കുറേ ആൾക്കാർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ ക്ലോസിലാണ് കണ്ടോ. ഉണ്ടുവണ്ടിയൊക്കെ ക്ലോസ് ആയി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രയാഗ്രാജ് ഫോർട്ട്, അതായത് അലഹാബാദ് ഫോർട്ട്, അലഹാബാദ് ഫോർട്ടിലേക്കുള്ള ഒരു യാത്രയാണ്. അലഹാബാദ് ഫോർട്ടിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ കുംഭമേള നടക്കുന്ന സ്ഥലം. ഈ യമുനയുടെ ഈ തീരത്ത് തന്നെയാണ് ഈ അലഹാബാദ് ഫോർട്ട്. ഇവിടെ നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഈ അലഹാബാദ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഫ്രണ്ടല്ല, സൈഡ് ഭാഗത്തേക്ക്. ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗേറ്റ് ഇപ്പോൾ എന്താ വെച്ചാൽ അവിടെ മിലിറ്ററിൻ്റെ അണ്ടറിലാണ് ഈ കോട്ടയൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ നമ്മുടെ മൊണാലിസേന, ഇവിടുന്ന് ഒരു വൈറലായൊരു പെൺകുട്ടിയുണ്ട് ഉത്തർപ്രദേശിലെ. ഇതാണ് നമ്മൾ ഈ കോട്ട. അക്ബർ ചക്രവർത്തി, മുഗൾ രാജാക്കന്മാരിലെ 3ാമത്തെ ചക്രവർത്തി, അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയ ഏറ്റവും വലിയ കോട്ടയാണത്. കണ്ടോ, ഒരു സൈഡിലെ വ്യൂ തന്നെ കണ്ടാലേ ഇതേമാതിരി തന്നെ ഫുള്ള് വിസ്തൃതിയിൽ ഭയങ്കര വലിപ്പത്തിൽ കിടക്കുന്നൊരു കോട്ടയാണ്. ഈ കോട്ടേൻ്റെ ഇത് കണ്ടോ, പണ്ടത്തെ ഒരു ബാൽക്കണി സെറ്റപ്പൊക്കെ, ആ ഒരു പഴയ സെറ്റപ്പിലുള്ള. ഈ കോട്ടേൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല, കാരണം അന്ന് മിലിറ്ററിന് എന്തോ ഒരു നടക്കുന്നതുകൊണ്ട് നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റിയില്ല. കാരണം ഈ കോട്ടേൻ്റെ ഉള്ളിൽ എന്താ പറയുക, പണ്ടത്തെ അശോക ചക്രവർത്തി, മൗര്യ ചക്രവർത്തി, അശോക ചക്രവർത്തി 35 അടി ഹൈറ്റുള്ള ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, അശോക പില്ലർ. അതൊക്കെ കാണുന്നുണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല. ഇത് നമ്മൾ കോട്ടേൻ്റെ പുറകെ കൂടെ കയറുന്ന എൻട്രൻസ് ആണ്. ഇത് നമ്മുടെ അണ്ടർഗ്രൗണ്ടുള്ള പാതാൾപുരി ക്ഷേത്രമുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും ഇതിലൂടെ തന്നെയാണ്. അത് നമ്മൾ ഈ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നതായിരിക്കും. കോട്ട യമുനൻ്റെ തൊട്ടടുത്ത് നിർമ്മിച്ചതുകൊണ്ടും അതേമാതിരി തന്നെ ത്രിവേണി സംഗമത്തിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റുപാടാണ് ബാക്കിയുള്ള കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുക.
ഇപ്പോൾ നമ്മൾ കോട്ടേനുള്ളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോട്ട ഇപ്പം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിലാണ്. കോട്ടേനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് നെറ്റ് കൊണ്ട് പൊഞ്ഞാണ് ഇത് ഈ കോട്ട ഇപ്പോൾ നിൽക്കുന്നത്. കാരണം വലിയ വലിയ മാർബിളിലെ വലിയ ഈ കല്ലിൻ്റെ പാളികൾ ഈർന്നിട്ട് പലക മാതിരി അതിന് ഒട്ടിച്ച് വെച്ചാണ് സൈഡൊക്കെ ഡിസൈന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനമൊക്കെ വെച്ചാൽ കാലം പഴക്കം ചെല്ലുന്ന കൂടി ഇങ്ങനെ അടർന്ന് വീഴാൻ സാധ്യത കൂടുതലാണ്. കുറേ വീണുണ്ട്. അപ്പം അതിങ്ങനെ കാണാൻ രണ്ട് സൈഡിലും കണ്ടോ ഗ്രില്ലിട്ട് വെച്ചത്. ഈ കോട്ടേൻ്റെ സൈഡിലേക്ക് ആരും പോകണ്ടെന്ന് വിചാരിച്ചിട്ടോ. കണ്ടോ കുറേ പൊളിഞ്ഞ് അടിഞ്ഞ് വീണ് സൺഷെയ്ഡ് പോലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ പില്ലറുകൾ മാത്രമേ ഉള്ളൂ. അന്നത്തെ ഇന്ത്യ പേർഷ്യ ആ ഒരു ഇസ്ലാമിക് ഒരു കൺസ്ട്രക്ഷനാണ്. അതിങ്ങനെ കണ്ടാലായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതിനുണ്ടായിരുന്നോ ഈ ജനലിനൊക്കെ സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ അടർന്ന് വീണ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ASI ആർക്കിയോളജി ഓഫ് ഇന്ത്യ രണ്ട് സൈഡിലും ഗ്രില്ലിട്ട് വെച്ച് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത് അണ്ടർഗ്രൗണ്ടാണ്. നേരെ പോകുന്ന പുഴയിലേക്കാണ്, യമുന റിവറിലേക്ക് കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു പീരങ്കിയുണ്ട്, കുറച്ച് ഗുണ്ടകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് കംപ്ലീറ്റ് നെറ്റ് ഇട്ട് വെച്ചാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു കല്ല് കടന്ന് വീഴുകയാണെങ്കിൽ ഇപ്പം ഇതിൽ വരുന്ന ഇതുപോലെ ടൂറിസ്റ്റുകളെ മേലേക്കൊന്നും വീഴില്ല. ഇതേമാതിരി നെറ്റ് ഓൾ റൗണ്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫുള്ള് സറൗണ്ട് ചെയ്ത് കാണാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു മിലിറ്ററിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഇതിനുള്ളിൽ ഇപ്പം മിലിറ്ററി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, അതിനുള്ളിൽ കയറാൻ പറ്റിയില്ല. അന്നത്തെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആണ്, അല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. അക്ഷയവടം കാണാനാണ് ഇന്നിപ്പോൾ പോകുന്നത് കേട്ടോ. ഇത് അക്ഷയവടം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ഒരു തീർത്ഥാടന കേന്ദ്രം, വളരെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. നല്ല ശ്രദ്ധ ആകർഷിച്ചത്. കാരണം പുരാണങ്ങളിലും ഒക്കെ പറയുന്ന ഒരു അരയാൽ മരമാട്ടത്. മിനിമം എത്ര അശോക ചക്രവർത്തി 232 സ്ഥാപിച്ചെന്നൊക്കെ പറയുന്നൊരു മരമാണ്. അതായത് ഹിന്ദു പുരാണങ്ങളിൽ ബ്രഹ്മാവാണ് ഇത് സ്ഥാപിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര വളരെ ഒരു ആരാധന കേന്ദ്രമാണ്. നിങ്ങൾ നെറ്റിലൊക്കെ നോക്കി അടിച്ചു നോക്കിയാൽ കാണാം നമുക്ക്. ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് പാസേജും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്ക് അവിടേക്ക് പോകാനൊന്നും പറ്റില്ല, ഫുള്ള് ഗ്രില്ലിട്ട് സെറ്റ് ചെയ്താണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ലോങ് വ്യൂ കാണുന്നതല്ലേ, ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ ഗംഗ യമുന സരസ്വതി ത്രിവേണി സംഗമം. അതിൽ ആ നല്ല ക്ലിയർ ആയിട്ടുള്ള കാണുന്ന വെള്ളമല്ലേ, അതാണ് ഗംഗ. അതേമാതിരി നിന്ന് കുറച്ചൊരു മണ്ണ് കളർന്ന വെള്ളം കാണുന്നല്ലേ, അതാണ് യമുന. സൂം ചെയ്ത് കാണിച്ചു തരാം, ഗംഗ യമുന. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇനി പോകണം. നമ്മൾ അവിടേക്ക് പോയിട്ട് അവിടെ ഒന്ന് സംഗമ സ്ഥാനത്ത് ഒന്ന് മുങ്ങി, ഇതുവരെ വന്നതുകൊണ്ട് ഒന്ന് മുങ്ങി കുളിക്കണം. സകല ഭാഗങ്ങളും പോട്ടെ. അപ്പോൾ നമ്മളതിന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം നമ്മളൊന്ന് പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യൂ കാണുന്ന ഒരു സൈഡിലേക്കുള്ള. ഇപ്പോഴും കുറേ നമ്മളെ നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നൊക്കെ കുറേ ടീംസ് വരുന്നുണ്ട്. എല്ലാവരും തിരക്കൊന്ന് ഒഴിഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നമുക്ക് കാണാം ഇത്രയും വലിയ ഏരിയ അവർ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് കാര്യങ്ങൾ ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം തോണി കാര്യങ്ങൾ ബോട്ട് ഇതൊക്കെ ഇപ്പം ഒന്നിപ്പം വർക്ക് ചെയ്യുന്നില്ല. ഒക്കെ ഇത്രയും ജനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും റെസ്റ്റിലാണ് തോന്നുന്നുണ്ട്. ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണണ്ടാവല്ലോ ഒരു ലോങ് വ്യൂ കാണിച്ചിട്ട് ഇത്രയും എത്ര ഏരിയ ഉണ്ടെന്ന്. ഇതേമാതിരി തന്നെ നമ്മൾ പുഴേൻ്റെ മറുകരയിലും ഇതേ സംഭവം തന്നെയാണുള്ളത്. ഏക്കർ കിടക്കുന്ന സ്ഥലത്ത് ഇവർ ഫുള്ള് ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഇത്രയും ലേഡീസ് ജെൻസ് എല്ലാവരും ഒരുമിച്ചാണ് വരുന്നത്. എല്ലാവരും ഇവർക്കാർക്കും സെപ്പറേറ്റ് സംഭവങ്ങളൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചുള്ളൊരു ഇതാണിത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അപ്പോൾ എത്ര ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എത്ര നല്ലതുപോലെ വേണമെന്ന്. ഇതൊക്കെ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കംപ്ലീറ്റ്. ഇപ്പോൾ എന്താ വെച്ചാൽ 100 കണക്കിന് ലോറി വന്നിട്ട് ഫുള്ള് ഈ ബാത്റൂം വേസ്റ്റൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓൺ സ്പോട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ടാങ്കിൽ അടിച്ച് മാറ്റി കൊണ്ടുപോവാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഇരുടാവാനായി. ഇനി കുറച്ച് ഞാൻ ആളുകളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് കുറച്ചൊരു ഒഴിഞ്ഞ ഏരിയയാണ്. ഇനി നമ്മൾ കുറച്ച് ആളുകളുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. കണ്ട ഇപ്പോൾ ഏകദേശം ഒരു ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഒരു ഇരുട്ട് വരാനായി. ഇങ്ങനത്തെ ഒട്ടകത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ QR കോഡ് വെച്ചിട്ട് കുറേ ഒട്ടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ
നമുക്കാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം സംഗമസ്ഥാനത്ത് എത്തി. കറക്റ്റ് പറഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇവർ കറക്റ്റായിട്ട് മുങ്ങി കുളിക്കാനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് കാണാം. ഇതാണ് ഇപ്പം നമ്മുടെ സംഗമസ്ഥാനത്ത് കുറേ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് ഈ നടന്നു പോകാനൊക്കെ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയുണ്ടോ? അതിലെ നടന്നു പോകാൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയ നമ്മൾ ഇവിടെ നിന്നാണ് കുളിച്ചേ. ഇതിൻ്റെ അപ്പുറത്ത് പോയി കുളിച്ചു നമ്മൾ. അപ്പം ഇതുണ്ടോ, ഇപ്പോൾ നല്ല തിരക്കുണ്ട്, ഭയങ്കര വെളിച്ചം അവിടെ. പകല് പോലെയാണ്, പകല് പോലെയാണ്. ഇതുണ്ട്, ആ വരുന്നതാണ് യമുന കേട്ടോ. യമുന ഇങ്ങനെ വന്നിട്ട് ഈ സൈഡിൽ നിന്ന് വരുന്നത് ഗംഗ. ഇത് രണ്ടും കൂടി ഇവിടെ സംഗമിച്ചിട്ട് ഇതാണ് സംഗമസ്ഥാനം. ഈ സംഗമിച്ചിട്ടാണ് നേരെ ഒഴുകി അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അതാ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് നേരെ യമുനൻ്റെ മുകളിലുണ്ടാക്കിയ ഒരു പുതിയ പാലാണത്. അത് ഞാൻ കാണിച്ചു തരാം. അത് ആ ദൂരെ കാണുന്നതാണ് യമുനൻ്റെ മുകളിൽ ഇപ്പം ഉണ്ടാക്കിയ പുതിയ പാലം. കണ്ടാ, ഇതാണ് പാലം. ഈ പാലത്തിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് നമ്മുടെ അലഹാബാദ് ഫോർട്ട്. അത് അന്ന് അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയ മുഗളന്മാരുടെ ഫോർട്ടാണ് കേട്ടോ, കോട്ടയാണ്. ഈ കോട്ട നിൽക്കുന്നത് നമ്മുടെ യമുനേൻ്റെ തീരത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് കുറിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് അതും കഴിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പോകാം. അടുത്ത സവാരിക്ക് തയ്യാറായിട്ട് ഒട്ടകങ്ങളൊക്കെ അവരെ അടുത്ത ഊഴം കാത്തിങ്ങനെ നിൽക്കുകയാണ്. അടുത്ത കസ്റ്റമറിയും കാത്തിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ മടക്കയാത്രയിലാണിപ്പോൾ. ഈ മടക്കയാത്രയിൽ ഇത് കണ്ടോ, ഇതാണ് നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. പുറത്ത് വരുന്ന ആൾക്കാർക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ ഒരുപാട് റൂമുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മുടെ വഴിയിലിടുന്നവരെ നമുക്കിത് കാണാം. ഇതെല്ലാം നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതൊക്കെ ഇങ്ങനെ ആക്കി മാറ്റിയതാണ് കേട്ടോ. ഇതൊന്നും റോഡൊന്നുമല്ല, ഇതൊക്കെ ഇങ്ങനെ പ്ലെയിനായ സ്ഥലത്തോടുള്ള സംഭവമാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഇപ്പം ഇത്രയാണ് നമ്മൾ ഇതിൽ കുംഭമേളയിലുള്ള കാഴ്ചകൾ. അപ്പം നമുക്ക് ഇനി അടുത്ത് കാണാനുള്ളത് അക്ബർ ചക്രവർത്തിൻ്റെ മകനായ ജഹാംഗീർ, അങ്ങേരുടെ പത്നി, മകൻ്റെയൊക്കെ ശവകുടീരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. അതൊക്കെ നമ്മൾ ഇനി കണ്ടുപോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഈ സിറ്റിൻ്റെ പുറത്ത് കിടന്നാൽ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ അമ്പലമൊക്കെ ഫുൾ സെറ്റ് ഇട്ടതാണ്. അപ്പം സ്റ്റേ ട്യൂൺ.